CCC 7:25 അവസാനമായി മറിയത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായ മനുഷ്യരെ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങുന്നു. ദ കൊഹോട്ട് ഓഫ് മദർ മേരി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇത് ചെയ്യുന്നത് മറിയത്തിലൂടെയാണ്, പരിശുദ്ധ അമ്മയിലൂടെയാണ്. ക്രിസ്തുവിനോടുള്ള ഐക്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തുടങ്ങാണ്. വിനീതരാണ് എപ്പോഴും അവിടുത്തെ ആദ്യം സ്വീകരിക്കുന്നവർ. നമ്മൾ വിനീതരായിട്ട് സിമ്പിളായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വീകരിക്കാൻ പറ്റുക. വിനീതരാണ് എപ്പോഴും അവിടുത്തെ ആദ്യം സ്വീകരിക്കുന്നവർ. ആട്ടിടയന്മാർ, കിഴക്കു നിന്നുള്ള ജ്ഞാനികൾ, ശിമയോനും ഹന്നായും, കാനായിലെ ദമ്പതികൾ, ആദ്യത്തെ ശിഷ്യന്മാർ, ഇങ്ങനെയൊക്കെയുള്ള വിനീതരാണ് ഈശോയുടെ ആദ്യത്തെ വരവിൽ ഈശോനെ സ്വീകരിച്ചത്. ഈശോയുടെ രണ്ടാമത്തെ വരവിലും അങ്ങനെ തന്നെ. 7:26 പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ അവസാനത്തിൽ മറിയം, പുതിയ ഹവ്വ, ജീവിക്കുന്നവരുടെ അമ്മ, സമ്പൂർണനായ ക്രിസ്തുവിൻ്റെ അമ്മ ആയ സ്ത്രീയായി തീർന്നു. പെന്തക്കുസ്തായുടെ പ്രഭാതത്തിൽ സഭയുടെ ആവിർഭാവത്തിൽ ആത്മാവ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന അവസാന കാലത്തിൻ്റെ പുലരിയിൽ ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ സമ്മേളിച്ചിരുന്ന 12 പേരോടൊപ്പം അവളും സന്നിഹിതയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആ വലിയ സാന്നിധ്യം പെന്തക്കുസ്താ ദിനത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് കാത്തിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു ഔട്ട് പോറിങ്ങിനായി, പ്രവഹിക്കലിനായി. 731 മുതൽ പറയുന്ന കാര്യം പെന്തക്കുസ്തായെ പറ്റി പറയുന്നുണ്ട്. ആത്മാവും സഭയും അവസാന നാളുകളിൽ എന്ന് പറഞ്ഞ് പെന്തക്കുസ്ത എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പെന്തക്കുസ്ത ദിവസം, അതായത് ഉയർപ്പിൻ്റെ 7 ആഴ്ചകൾ അവസാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതോടെ ക്രിസ്തുവിൻ്റെ പെസഹ പൂർത്തിയായി. പരിശുദ്ധാത്മാവിനെ ഒരു ദൈവിക വ്യക്തി എന്ന നിലയിൽ വെളിപ്പെടുത്തുകയും നൽകുകയും പകർന്നു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പൂർണ്ണതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു ആത്മാവിനെ സമൃദ്ധമായി ചൊരിയുന്നു. ഇതൊക്കെ നമുക്കും വേണ്ടേ? വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചത് പോരാ, നമുക്കത് യാഥാർത്ഥ്യമാവണം. നമ്മൾ സ്വീകരിക്കണം പരിശുദ്ധാത്മാവിനെ കൂടുതൽ കൂടുതൽ കൂടുതൽ, മോർ ആൻഡ് മോർ. 7:32 പറയുന്നുണ്ട്, ആ ദിവസം പരിശുദ്ധ തൃത്വം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടു. പെന്തക്കുസ്താ ദിവസമാണ് പരിശുദ്ധ തൃത്വം, പരമപരിശുദ്ധ തൃത്വം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടത്. അതിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് തൻ്റെ അവിരാമമായ ആഗമനത്താൽ അന്ത്യനാളുകളിലേക്ക് ലോകത്തെ പ്രവേശിപ്പിക്കുന്നു. സഭയുടെ കാലമാണത്. അവകാശമായി ലഭിച്ചതെങ്കിലും ഇനിയും പരിപൂർത്തിയിലെത്താത്ത രാജ്യമാണത്. 7:33 ഹെഡിങ് തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവിക വ്യക്തി. 7:33 ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാണ് അവിടുത്തെ പ്രഥമ സമ്മാനം. മറ്റുള്ളതെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിലുണ്ട്. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. 7:34 നേരത്തെ പറഞ്ഞതുപോലെ സഭയിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പാപത്തിലൂടെ നഷ്ടമായ ദൈവിക സാദൃശ്യത്തെ മാമോദീസ സ്വീകരിച്ചവർക്ക് തിരികെ നൽകുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളായവർക്ക്, ക്രിസ്തീയ മാമോദീസ സ്വീകരിച്ചവർക്ക് നമുക്ക് ദൈവിക സാദൃശ്യം തിരികെ നൽകുകയാണ്. 7:36 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. നാം നമ്മെ തന്നെ എത്ര കൂടുതലായി പരിത്യജിക്കുന്നുവോ അത്ര കൂടുതലായി ആത്മാവ് നമ്മെ പ്രവർത്തനോന്മുഖരാക്കും. അപ്പം നമ്മൾ നമ്മളെ തന്നെ എത്രമാത്രം പരിത്യജിക്കുന്നുവോ അത്ര കൂടുതലായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രവർത്തനോന്മുഖരാക്കുന്നത്. ഈശോ പറഞ്ഞില്ല, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതാണ് വഴി. വേറെ എളുപ്പവഴിയും സുഖമുള്ള വഴിയൊന്നും തേടിയിട്ട് കാര്യമില്ല. കറക്റ്റ് വഴി കൂടെ പോകണം. ഈ പെന്തക്കുസ്താ ദിനത്തിൽ ക്രിസ്തുവിൻ്റെ അഭിഷേകമായ പരിശുദ്ധ റൂഹായെ നമുക്ക് കൂടുതലായി സ്വീകരിക്കാം.
CCCയിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ് പരിശുദ്ധാത്മാവ്. ദി അനോയിൻറ്റിങ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ. ആ അഭിഷിക്തനായ ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ് പരിശുദ്ധ റൂഹ. 741 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ ശില്പിയായ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ഗുരുവാണ്. പ്രാർത്ഥനയുടെ ഗുരു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് ശരിക്കൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. ബോറിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് പ്രാർത്ഥന മാറ്റിവെക്കരുത്. പ്രെയർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് മെല്ലെ മെല്ലെ വരണം. വോക്കൽ പ്രെയർ, മെഡിറ്റേഷൻ, കോൺടെംപ്ലേഷൻ അങ്ങനെ കയറി വരണം. 747 പരിശുദ്ധ ത്രിത്വവും മനുഷ്യരും തമ്മിലുള്ള ഐക്യത്തിൻ്റെ കൂദാശയാണ് അവൾ. ആര്? തിരുസഭ. പരിശുദ്ധ കത്തോലിക്ക സഭ പരമപരിശുദ്ധ ത്രിത്വവും മനുഷ്യരും തമ്മിലുള്ള ഐക്യത്തിൻ്റെ കൂദാശയാണ്. അപ്പോൾ ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയെ പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ശരിക്കും ആയിരുന്നുകൊണ്ട്, ബാഹ്യമായും ആന്തരികമായും ആയിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവ് നമുക്ക് സ്വീകരിക്കാം. അതിനായി കൊതിയോടെ കാത്തിരിക്കാം. പരിശുദ്ധ റൂഹ തമ്പുരാനെ സ്വാഗതം ചെയ്യാം. Reign the Holy Ruach Lord, reign forevermore. പരിശുദ്ധ റൂഹ വാഴട്ടെ, എന്നേക്കും വാഴട്ടെ. God bless you. പരിശുദ്ധ റൂഹായുടെ വലിയ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ.